സാർ നമസ്കാരം. സാറിൻ്റെ പേര് ജോൺ ബി സാക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? ജോൺ ബി സാക്ക്. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഞാൻ ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സാറിൻ്റെ അടുത്ത് ഞാൻ എഴുതിയൊരു ബുക്ക് ആവശ്യപ്പെട്ടിരുന്നു, സാറിനത് ഞാൻ അയച്ചു തന്നു, സാറത് ജസ്റ്റ് വായിച്ചു എന്ന് തോന്നുന്നു. സാറിന് അതിന് ജസ്റ്റ് അതിൻ്റെ ഒരു ഓവർവ്യൂ, അതിൻ്റെ ഡീപ്പായിട്ടൊന്നും പറയണമെന്നില്ല, ജസ്റ്റ് ആ ബുക്കിനെ കുറിച്ച് സാറിൻ്റെ ഒരു അപ്രോച്ച്, അതിൻ്റെ ഒരു ഓവർവ്യൂ ഒന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഞാൻ ഗ്രഹിച്ചത് പറയുകയാണെങ്കിൽ, ഈ മതം നമ്മൾക്ക് ദൈവവുമായിട്ട് മനുഷ്യനുമായിട്ടുള്ളൊരു ബന്ധത്തിനകത്ത് അതിനെ ആദ്യകാലങ്ങൾ മുതൽ ഇന്ന് വരെയുള്ളതിനകത്ത് വ്യത്യാസമുണ്ട്. നമ്മൾ ഈ ലോകം കാണുന്ന രീതിയിലല്ല അതിനെ കാണുന്നത്. മനസ്സിലായി? അപ്പം ദൈവത്തിനുമായിട്ട് മനുഷ്യനുള്ള ബന്ധം, ആ ബന്ധം എന്തുവാണെന്നുള്ളത് ഇങ്ങനെ ഡെല്യൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പം ആ ബുക്സിനകത്ത് നമ്മൾ അച്ഛൻ കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനെ ഗ്രഹിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചില പാടാണ്, ഒരു ശ്രമകരമാണ്. ഒറ്റ നോട്ടത്തിൽ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഒരു കുന്തവും മനസ്സിലാകത്തില്ല. ഒരു ബൈബിളിക്കലി ഒരു ബാക്ക്ഗ്രൗണ്ടും നമുക്കൊരു ഇതിനെക്കുറിച്ചൊന്ന് അറിയാനുള്ള ഒരു തീഷ്ണതയുണ്ടെങ്കിൽ, ഒരു റിസർച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ബുക്സിനെ മനസ്സിലാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാനിത് വേറൊരാളിന്, എൻ്റെ ക്ലോസ് ഒരു ഫ്രണ്ടിനെ ഇത് വായിക്കാൻ കൊടുത്തു. അദ്ദേഹത്തിന് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്താണ്. എന്ന് പറഞ്ഞാൽ ഇത് നീ വായിച്ചിട്ട് ഇതിൻ്റെ പുള്ളി ഒരു LLB കാരനാണ്. മീൻസ് ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ടീമാണ്, ഒരുമിച്ച് പഠിച്ചാണ്. അദ്ദേഹമായിട്ട് ഞാനിങ്ങനെ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഈ ബുക്സ്, കാര്യം ഞങ്ങൾ ഇതിനിടയ്ക്ക് ഈ മാന്ത്രികം, പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഈ ബുക്ക് ഒന്ന് വായിച്ചിട്ട് ഇതിനൊരു റിവ്യൂ എന്നോട് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയണമെന്ന്. അപ്പം പറഞ്ഞു, ഇത് പൊട്ടത്തലാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടില്ല. അങ്ങനെ കുറ്റം പറയാറ്. ഞങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും, ഇപ്പോഴത്തെ പ്രസന്റ് പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ഇപ്പൊ ഈ മതം എന്താന്നൊക്കെ ഉള്ള ഇതിനൊക്കെ കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇതങ്ങോട്ട്, കാര്യം ഒന്നാമത് ഞാൻ വെച്ചാൽ ഈ ഒരു 10-60 പ്രാവശ്യമുള്ള ഈ ബൈബിൾ വായിച്ചിട്ടുണ്ട്. വായിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ആക്സിഡന്റ് ഒക്കെ പറ്റി കിടന്നപ്പോൾ വേറെ മാർഗമില്ലായിരുന്നപ്പോൾ ഞാൻ ചുമ്മാ ഇത് വായിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ബൈബിൾ വായിച്ചിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഇതിനകത്തെ കാര്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ ബുക്സ് ഇന്ന കാര്യങ്ങൾ ഇന്നടത്ത് പറയുമ്പോൾ എനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ മതം ആണ് സത്യത്തിൽ, ശരിക്കും മതത്തിലൂടെയാണ് നമ്മൾ ദൈവത്തെ ഒന്ന് അറിയാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ അതാണ് ഏക ഉപാധി. ഇപ്പൊ അതിൽ നിന്ന് ആൾക്കാർക്കൊരു വളർച്ച ഉണ്ടാകുന്നില്ല. ഈ പൗലോസ് അവരുടെ പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോഴും ഈ പാല് കുടിക്കുന്ന ശിശുക്കളെ പോലെ അവിടുന്ന് ഒരു സ്വല്പം പോലും വളരുന്നില്ല. വളരാനായിട്ട് ഇവര് സമ്മതിക്കത്തില്ല. ഇവര് ശ്രമിക്കുന്നുമില്ല. ഇവർ ഓർക്കുന്ന ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ പോവാന്നുള്ള ഏതാ. അപ്പം നമ്മളെ ഈ ഇച്ഛ നമുക്കും മുകളിൽ നിന്ന് ദൈവം ഇട്ടിരിക്കുന്നതാണ്, ഈ ഇങ്ങനെ ചിന്തിക്കാനുള്ള കഴിവൊക്കെ നിൽക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഒന്നും വേറെ മാർഗമില്ല വന്നപ്പോൾ ഞാൻ അതിനകത്തോട്ട് ഓട്ടോമാറ്റിക്കലി കണക്റ്റഡായി. അത് എൻ്റെ കഴിവിലൊന്നുമല്ല, ഞാനങ്ങനെ ചെല്ലപ്പെടുകയാണ്. പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു, ഈ സത്യം ഒന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ ഈ ഓർത്തഡോക്സിനകത്താണ് ജനിച്ചു വളർന്നത്. അപ്പൊ അവിടുന്ന് ഞാൻ കാത്തലിക്സിലേക്ക് പോയി. എൻ്റെ ജോലി സംബന്ധമായിട്ട് കാത്തലിക്സിനോട് ബന്ധപ്പെട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കസിൻസ് ആൻഡ് റിലേഷൻസ് ഒക്കെ മാർത്തോമ ബേസ്ഡ് ആയതുകൊണ്ട്, അവിടെ ഞാൻ മുണ്ടിയപ്പള്ളിയിൽ നിന്ന് ആയതുകൊണ്ട് അവിടെ CSI ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഏതാണ്ട് ഇതിനകത്തെല്ലാം ഞാൻ കണക്റ്റഡായി കയറി ഇറങ്ങി. അപ്പൊ ഓരോന്നിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താന്നുള്ളത് മനസ്സിലായി. അങ്ങനെ വന്നിട്ട് ഇപ്പോഴത്തെ ഈ പെന്തക്കോസിനകത്ത് ഞാൻ പോയി. പെന്തക്കോസിനകത്ത് പോയിട്ട് ഞാൻ നേരെ ഇസ്ലാമിൽ പോയി. മിഡിൽ ഈസ്റ്റിലായിരുന്നല്ലോ മിഡിൽ ഈസ്റ്റായിരുന്നു. അപ്പൊ ഇസ്ലാമിക്കിന്റെ അതിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് ഇസ്ലാമിക്കിന് അധികം നിൽക്കേണ്ടി വന്നില്ല. നമ്മൾ ഇതിനെ എങ്ങനെ എടുക്കുന്നു, എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ വ്യത്യാസം വരുന്നത്. അത് അച്ഛൻ ആ പുസ്തകത്തില് കഴിയുന്നതും അത് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഇപ്പം അവൻ എന്നോട് പറഞ്ഞു, നീ 1000 രൂപ കൊടുത്തത് വാങ്ങിച്ചത് വേസ്റ്റ് ആണ്. ഞങ്ങൾ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആട്ടോ, നല്ല ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തില. പുള്ളി ഒരു മാധ്യമ പ്രവർത്തകനാണ്, അത്യാവശ്യം സോഷ്യൽ വർക്ക് ചെയ്യുന്ന ടീമാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ 1000 രൂപയ്ക്ക് ഈ ബുക്കില്ല.
അപ്പോൾ എനിക്കത് മനസ്സിലായി. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരാളോട് നമ്മൾ പറയാം ഈ ബുക്ക് വായിക്കുക എന്നൊന്നും ഇത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല. പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കല്ല. അപ്പം മാന്ത്രികം വേണമെങ്കിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനെ നമുക്ക് അതൊക്കെ നമുക്ക് ഇപ്പം പുതുതായിട്ട് വരുന്ന ഏത് ബുക്ക് വേണമെങ്കിലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. നല്ല ബുക്കാണ്, വായിച്ചു നോക്കുക എന്നൊക്കെ പറയാം. പക്ഷെങ്കിൽ ഈ ബുക്ക് ഇത് ജനറിക് അല്ല, ഇത് ജനറിക് അല്ല. ഇത് ബൈബിൾ നമ്മൾ ഖുറാൻ എടുത്ത് ഒരാൾക്ക് കൊടുക്കുന്ന പോലെ. ഖുറാൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവനൊരു കുന്തവും മനസ്സിലാകത്തില്ല. ബൈബിൾ എടുത്ത് കൊടുത്താലും പെട്ടെന്ന് ആർക്കും പിടി കിട്ടത്തില്ല. ഈ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ഒരാൾക്ക് ബൈബിൾ കൊടുത്തു നോക്കി ഒന്നും മനസ്സിലാകത്തില്ല. മത്തായി സുവിശേഷം ഈ പുതിയ നിയമം മാത്രം എടുത്തു മത്തായിയുടെ ആദ്യം അത് വായിക്കുമ്പോൾ തന്നെ വട്ട് പിടിക്കും. കാര്യം ഇതിങ്ങനെ വംശ പരമ്പര എഴുതി വെച്ചേക്കുക. അവനെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവൻ പറയും ഇത് വേസ്റ്റാന്ന് പറഞ്ഞെടുത്ത് കളയും. ഓക്കെ, അതുപോലെ ഇതൊരു ഉപനിഷത്തുകൾ വായിക്കുന്ന പോലൊക്കെ ഉള്ളൊരു സംഭവമാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഇതിനകത്ത് വന്നിട്ട് അറിയുക, നിങ്ങളുടെ കൂടെ ഇരിക്കണം, നിങ്ങളോട് സംസാരിക്കണം. ഇതിനകത്ത് ഇത് വായിച്ചിട്ട് ഇതെന്താണ് ഇങ്ങനെ മനുഷ്യ ചെയ്തേക്കുന്നത്, ഇതെന്താണ് ഇങ്ങനെ മനുഷ്യ ചെയ്തേക്കുന്നത്. നിങ്ങൾ ശബരിമലയിലൊക്കെ പോയി, ഞാനും ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. ഞാൻ ചെറിയ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 20-21 വയസ്സുള്ളപ്പോഴാണ്, അത് 19 വയസ്സുള്ള സമയത്ത്. ആ സമയത്താണ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു അന്നേരം ആളാകാൻ വേണ്ടിയിട്ടുള്ള ഒരു രസത്തിന് വേണ്ടി പോകുന്നു. ശബരിമലയും പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ നോർത്തിലുണ്ട്. ഞാൻ പഠിച്ച ഡിഗ്രിയൊക്കെ നാളെ ചെയ്തതൊക്കെ നോർത്തിലായതുകൊണ്ട് ഞാൻ ഈ ബനാറസിലും ഋഷിയേഴ്സിലും ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ കാണിക്കുന്ന വേറൊരു രീതിയിലാണ്. എന്നാൽ ഇന്ത്യൻ കൾച്ചർ വെച്ച് നോക്കുമ്പോൾ, ഹിന്ദുത്വം വെച്ച് നോക്കുമ്പോൾ, ആണ് ക്രിസ്ത്യാനിറ്റിയെക്കാട്ടിലും ഒക്കെ 10,000 വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. അവർ പല കാര്യങ്ങളും ചെയ്യുന്നത് അതിനകത്ത് റിസർച്ച് ചെയ്തിട്ട് സിസ്റ്റമാറ്റിക്കായിട്ടാണ്. അതിന് ചില പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം അവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മനുഷ്യന് ഇതിങ്ങനെ സംഭവിച്ചിരിക്കുന്നു, അത് ഇന്ന ദോഷമാണെന്ന് പറയുമ്പോൾ ഹിന്ദു ഇത് വെച്ചിട്ട്, ഹിന്ദു ഒരു മതമായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല, ആ ഇത് വെച്ചിട്ട് അവരൊരു പരിഹാരം പറയും. നിങ്ങൾ ഇന്ന കേദാർനാഥിൽ പോയിട്ട് ഇത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കാശിയിൽ പോയിട്ട് എങ്ങനെ കാണിക്കുക, ഒരു പരിഹാരം പറയും. മറ്റ് നമ്മുടെ ഇസ്ലാമിക്കിൽ അങ്ങനെയില്ല. ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ നീ മാതാവിന്റെ 10 ഇത് ചൊല്ലെ, കൊന്ത ചൊല്ലെ എന്നൊക്കെ ജസ്റ്റ് എന്ന് പറയത്തേ ഉള്ളൂ. മനസ്സിലല്ലേ? അപ്പൊ അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇത് നമ്മൾ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഈ ഹിന്ദുയിസം പഠിക്കാൻ വേണ്ടി വന്ന അച്ഛന്മാരുണ്ട്. അപ്പൊ ആ അച്ഛനെയൊക്കെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ജോലി ഭാഗമായിട്ട് അവരെ അതിനുള്ള വഴികളൊക്കെ ചെയ്തു കൊടുക്കുക, റിസർച്ച് ചെയ്യാനുള്ള ഇതൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ശരിക്കും അത് വെറും ആചാരാനുഷ്ഠാനങ്ങളല്ല, അതിന്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ശരിക്കും അതൊരു ലൈഫ് ഗൈഡിങ് ആണ്. തീർച്ചയായിട്ടും ഈ ഇസ്ലാമിക്കിലും അങ്ങനെ ഉണ്ട്. ഈ ഒരു സംസ്കാരമില്ലാത്ത ഒരു ജനത പുള്ളി ഒരു സംസ്കാരമുള്ള രീതിയിലാക്കി, എങ്ങനെ കുളിക്കണം, എങ്ങനെ നനയ്ക്കണം, എങ്ങനെ വല്ലി തേക്കണം എന്നെല്ലാം ഇത് പറയുന്നുണ്ട്. അതിന് മാത്രം കൊള്ളാം. പക്ഷെ അതിന്റെ മുകളിലോട്ട് ഇവൻ പോകണം, ഇവൻ തന്നെ പോകണം, ഇവൻ ചിന്തിക്കണം. ക്രിസ്ത്യാനിറ്റിക്കകത്തും അങ്ങനെ തന്നെ ഉണ്ട്. എങ്ങനെ വളരണം. ഇപ്പൊ തന്നെ ഈ പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഈ വേടൊന്നും എടുത്തു പോയി, ഇതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. ഈ വളരുന്നതിന് ഫുഡ് മാത്രമല്ല, ഈ എലിമെന്റ്സ് വേണം. ജ്ഞാനം വേണം. ജ്ഞാനത്തിന്റെ മുകളിൽ പരിജ്ഞാനം ഉണ്ടാകണം. അറിവ് പോരാ, തിരിച്ചറിവ് ഉണ്ടാകണം, അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ വളർന്നു വരുമ്പോ ദൈവകൃപ തീർച്ചയായിട്ടും അവനോട് വരും. അന്വേഷിക്കുന്ന ഒരുത്തന് ബൈബിളെ എങ്ങനെ പറയുന്നത്, ബൈബിള് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് ഈ ബൈബിള്. കാര്യം പൗലോസൊക്കെ എഴുതിയേക്കുന്നതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിനെ ഇങ്ങനെ നമ്മുടെ ഭാഷയും അവരുടെ ഭാഷയുമായിട്ടൊക്കെ തർജ്ജമ ചെയ്ത് വരുമ്പോൾ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അതിനകത്ത് ജീവനുണ്ട്. ഇന്നത്തെ പല മതപരിപാടികളും എടുത്തു വെച്ച് നോക്കും, പലതും എടുത്തു നോക്കും, അതിനകത്തൊന്നും ജീവനില്ല. ആശയങ്ങൾ മാത്രമേ ഉള്ളൂ. ആശയങ്ങൾ മാത്രമേ ഉള്ളൂ. അതിങ്ങനെ ഇപ്പം ഞങ്ങളുടെ ഓർത്തഡോക്സിന്റെ കുർബാനയൊക്കെ തന്നെ കാണിക്കുകയാണെങ്കിൽ എന്തൊക്കെയോ ഒരു നാടകം ഡെയിലി ഇത് കാണിക്കുന്നു. എവരി വീക്ക് ഇത് കാണിച്ചോണ്ട് പോകുന്നതല്ലാതെ ഒരാൾക്ക് പോലും ഇത് എന്തുമാണ് എന്ന് എനിക്കൊന്നും പുരോഹിതന് പോലും ഇത് അറിയത്തില്ല എന്ന് തോന്നുന്നു. അടച്ചു പറയാൻ എനിക്ക് നമ്മളാരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ഈ മൂടുപടം ഇട്ട് വെച്ചിരിക്കുക. ആ മൂടുപടം മാറ്റാനായിട്ട് ഇവരാഗ്രഹിക്കുന്നില്ല. ഇത് സന്തോഷം. ഈ പഴയ നിയമം പറയുന്ന പോലെ അന്ന് ആടിനെ കൊന്നു, പട്ടിയെ കൊന്നു, അല്ലെങ്കിൽ ഈ പ്രാവിനെ കൊന്നു, അവരുടെ രക്തത്തെ തെളിച്ചു, അങ്ങനെ പോവാം. പിന്നെ അടുത്ത ദിവസം തന്നെ വീണ്ടും ഇത് തുടങ്ങുക.
ശാശ്വതമായിട്ടൊരു സംഭവം വന്നിട്ടില്ല. അവിടെയാണ് ക്രിസ്തു നമ്മളെ ഇഷ്ടപ്പെടുന്നത്. അച്ഛൻ ചിലയിടത്തൊക്കെ ആ പുസ്തകത്തിനകത്ത് ചിലയിടത്തൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ പിന്നിലുള്ള അർത്ഥം എന്താണ്, ഇത് വായിച്ചറിയാനുള്ള ആരോട് എപ്പോൾ പറഞ്ഞു എന്നുള്ള സംഭവത്തിനകത്ത് ക്ലിയർ കട്ടായിട്ട് സംഭവം പോയെങ്കിൽ, അല്ലെങ്കിൽ ഇസ്രയേലിൽ നടന്ന ഒരു സംഭവം അവിടുത്തെ ഭൂപ്രകൃതി അനുസരിച്ച് ഉണ്ടായ ഒരു സംഭവം കേരളത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരിക്കലും നടക്കില്ല. കാര്യം ഉദാഹരണം തന്നെ ഈ തിരുവത്താഴ് എന്ന് പറയുന്ന സാധനം, അവിടെ മുന്തിരിങ്ങായും കാര്യങ്ങളും ഒക്കെ കിട്ടും, അതിൻ്റെ ചാറെടുത്ത് അവരുടെ കൾച്ചറാണ്, അവരിലൂടെ അത് ചെയ്തു. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കപ്പയും കാന്താരിയും അല്ലെങ്കിൽ കഞ്ഞിവെള്ളവും ഒക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷെ നമ്മളത് ചെയ്യത്തില്ല. അത് ചെയ്ത പാവം എന്നാണ് ഒലിവ് ഓയിലിനകത്ത് കുക്ക് ചെയ്തെങ്കിൽ ഇത് ശരിയാകത്തുള്ളൂ എന്നാ പറയുന്നത്. ഏതാ നമ്മുടെ തേങ്ങാ വെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്താൽ എന്താ കുഴപ്പം? കാരണം ഒലിവ് അവിടെ ഉണ്ടാകുന്നതാണ്, ഇഷ്ടംപോലെ അവിടെ ഉണ്ടാകും. അതാ പറഞ്ഞത്, തന്നെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ടാകും. നമുക്ക് തേങ്ങായും കപ്പയും നമ്മളൊരു അനുഗ്രഹിക്കപ്പെട്ട ജാതിയാണ്. അതെ, ഈ മലയാളി എന്ന് പറയുന്നത് ഇവിടുത്തെ. നമ്മുടെ ഈ ചുറ്റുവട്ടത്തിൽ നിന്ന് ഇതിനകത്തുനിന്ന് കിട്ടുന്ന കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. ഇതിന് അമേരിക്കയിലുള്ള ആപ്പിളും കൊണ്ട് മാത്രമേ നമ്മൾ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യമില്ല. എനിക്കതിനോട് ഒരു കാലത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹോളി കമ്മ്യൂണിയൻ ചെയ്യുമ്പോഴത്തേക്ക് ഇച്ചിരി കപ്പ പൊട്ടിച്ച് കൊടുത്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾ കൂടി വരുമ്പോൾ ഒക്കെയും ഇപ്രകാരം ചെയ്യുമെന്ന് പറഞ്ഞത് ഇതല്ല. നമ്മൾ കൂടി ഇപ്പം നമ്മൾ കൂടി വന്നു, പരിപാടിയെ കഴിഞ്ഞു, ഒരു യാപ്പി ഓടിച്ചു, സന്തോഷിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ അതിനകത്ത്. അത്രേ ഉള്ളൂ. അത് ഇച്ചിരി കപ്പലണ്ടിയാണ് ഇരിക്കുന്നത്, നമ്മളെല്ലാവരും കൂടെ ഇച്ചിരി കപ്പലണ്ടി കഴിക്കുന്നു, ഇച്ചിരി കട്ടൻ ചായ കുടിക്കുന്നു, അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ. ഇതിനകത്ത് അവിടെ പറയുന്നുണ്ടല്ലോ, ഈ ഫുഡിനകത്ത് തന്നെ പല വീട്ടിൽ നിന്ന് പല അവരുടെ പ്രാപ്തിക്കനുസരിച്ചാണല്ലോ കൊണ്ടിരുന്നത്. അപ്പം അതിനകത്ത് ഞാൻ ഇന്ന് മീനാ കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ മറ്റവൻ ഇന്ന് കാന്താരിയ കൊണ്ടെന്ന് പറയുമ്പോൾ ഒരു നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ കണ്ടില്ല, അങ്ങനെ ഒരു വേർതിരിവ് വന്നിട്ടുണ്ട്. അവിടെ തന്നെ ഭിന്നത ഉണ്ടാകുക. കർത്താവ് പ്രത്യേകം പറഞ്ഞ സംഭവം, നിങ്ങൾ ഭിന്നത ഉണ്ടാക്കുന്നവന് അയ്യോ കഷ്ടം. ഭിന്നത അനിവാര്യമാണ്, പക്ഷെ അത് ഉണ്ടാക്കുന്നവന് കഷ്ടമാണെന്നാ പറഞ്ഞേക്കുന്നത്. പക്ഷെ അതിപ്പോ കൂടി വരിക. അപ്പം ചിലതൊക്കെ നമുക്ക് ഈ പറയുന്നുണ്ടല്ലോ, നമ്മൾ ഈ കൊതുകിനെയും ഇതിനെയൊക്കെ അരിച്ച് എടുക്കുന്നു, ഒട്ടകത്തെ ആനയൊക്കെ വിഴുങ്ങുന്നു, മൂല്യമുള്ളതിനെ തേച്ച് കളയുന്നു. ഇതിനകത്ത് എന്താണോ ദൈവം ആഗ്രഹിച്ച് അതെടുക്കുന്നില്ല. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ കിടന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത ഉണ്ടാക്കി സ്വയം നശിച്ചു പോവാം. അതുകൊണ്ട് എനിക്ക് പുസ്തകം ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ ബുക്സിനുമായിട്ട് 100% ഇതുകൊണ്ട് എനിക്ക് 1000 രൂപ എന്ന് പറയുന്നത് വർത്താണ്. മനസ്സിലായി? അതിൻ്റെ അടുത്ത ഭാഗവും ഇറങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അത് വാങ്ങിക്കാനും ആഗ്രഹിക്കുന്നു. കാര്യം അതെന്താന്ന് ചിന്തിക്കാമല്ലോ. ഞാൻ അതിനകത്തൊന്നും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എനിക്കറിയാത്ത കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ ബുക്സിന്. ഞാൻ പ്രൊമോട്ട് ചെയ്യും, പക്ഷെ എൻ്റെ ലെവലിൽ വരുന്ന ഒരാൾക്ക് അത് കൊടുക്കാൻ പറ്റും. എല്ലാവർക്കും അത് ഡൈജസ്റ്റ് ആകത്തില്ല 100%. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിലയും കൂട്ടിയിട്ടത് എല്ലാവരും വായിക്കാനായിട്ട്. അത് വില ഇടണം വെച്ചാൽ അതിനൊരു 10,000 രൂപയിൽ ഇടണം. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വായിച്ചാൽ മതി. അതിനകത്ത് ഒത്തിരി ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് പുസ്തകത്തിൽ. പക്ഷെ അത് നമ്മളെപ്പോൾ 1-2 പേർക്ക് ഇത് നമ്മളായിട്ട് കാറ്റഗറി ആയെന്നല്ല. അതുകൊണ്ട് മത്തായ സുവിശേഷം പറയുന്ന പോലെ നമ്മളോ അവർക്ക് ആ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ പോലെ ഇവർക്കൂടെ ഒന്ന് ഗ്രഹിപ്പിച്ചു കൊടുക്കാൻ പൗലോസ് പറയുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങൾക്കൊന്ന് എന്നെ ഇനി ചുട്ടാലും വേണ്ടില്ല എന്ന്. എനിക്ക് അത്രയൊന്നും തീഷ്ണതയില്ല, പൗലോസിന് അത്രയൊന്നും തീഷ്ണത എനിക്കില്ല. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഭാര്യയെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയും. പക്ഷെ എന്തോ ചെയ്യാനാ. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ മതം കെട്ടിവെച്ചിരിക്കുന്ന ആ മുഖപ്പട്ട അല്ലെങ്കിൽ മൂടുപടം കിടക്കുന്നത് കൊണ്ട് അതിനപ്പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാനായിട്ട് ഇവർ ശ്രമിക്കാത്തതാണ്. നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എനിക്ക് ഇച്ഛ കിട്ടിയേക്കുന്നതും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മോളിൽ നിന്ന് കിട്ടിയേക്കുന്ന സംഭവമായിരുന്നു. അല്ലാതെ എനിക്ക് ഇച്ഛ എവിടെ നിന്ന് പറയാനാ? ശരിയാ, തരുന്നതല്ല. അവിടെ നമ്മൾ ഈ ഈശ്വരവാദിയേ അല്ല, പക്ഷെ പറഞ്ഞു വരുമ്പോൾ നിന്റെ ദൈവം അല്ല എൻ്റെ ദൈവം. ഞാൻ അച്ഛനോട് ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തന്നെ സമ്പന്നക്കൊത്തവണ്ണം ക്രിസ്തുവിൽ തീർത്തു തരുന്ന ഒരു വാക്യമുണ്ട്. നമ്മൾ ശരിക്കൊന്ന് ഗ്രഹിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ദൈവം എന്ന് പറയാൻ എൻ്റെ ദൈവമാണ്, അത് അച്ഛൻ്റെ ദൈവമാണെന്നല്ല. എൻ്റെ ദൈവം എൻ്റെ ഉള്ളിലിരിക്കുന്ന, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മൈൻഡിനെ അല്ല ഇതിനെ അതിലിരിക്കുന്ന ദൈവം. ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണല്ലോ. എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ്, ആ ദൈവമോ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെയും ആരുടെ മഹത്വത്തിന്? ദൈവത്തിൻ്റെ മഹത്വത്തിന്. ദൈവത്തിൻ്റെ മഹത്വത്തിന്.
അല്ലെ അവൻ്റെ സമ്പന്നതയ്ക്കൊത്തവണ്ണം അവൻ എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ തീർത്ത് തരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നു. ഇതിനെയാണ് ഇവിടെ ഇദ്ദേഹം അതങ്ങ് മറച്ചു വെച്ചിട്ട് വേറൊരു വ്യാഖ്യാനം കൊടുക്കും. അല്ല അങ്ങോട്ട് നോക്കാം, അതാ ദൈവം അവിടെ നിന്ന് തീർത്ത് തരുമെന്ന, ഇങ്ങോട്ടൊന്നും ചൂണ്ടുന്നില്ല. അവിടെ പഠിപ്പിക്കാത്ത നമ്മൾ പെട്ടുപോകുന്നത്. ഇപ്പം 4, 3, 7 നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കും, 5, 2, 7 പഠിപ്പിക്കുന്നില്ല, 6, 1, 7 പഠിപ്പിക്കുന്നില്ല. ഒരു ഫിക്സഡ് ആയിട്ട് ഒന്നിലൊക്കെ നിൽക്കുക. 4, 3, 7 അതിനങ്ങപ്പുറത്ത് ടീച്ചേഴ്സിനെ അതുകൊണ്ടൊന്നും നമുക്ക് ഇച്ചിരി പാടാം. എൻ്റെ വൈഫും ടീച്ചർ ആയതുകൊണ്ട് അവർ ഈ ബുക്സ് റൂൾസിനകത്തൊന്നും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വളർത്തില്ല. അത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ടീച്ചേഴ്സിനെ പഠിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല, കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് വേറൊരു മൈൻഡ്. ടീച്ചേഴ്സ്